നമസ്കാരം. ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ 2025 സീസൺ അടുക്കുകയാണ്. ഇതിന് മുന്നോടിയായി മെഗാ താരലേലവും നടക്കാൻ പോവുകയാണ്. ഇതിനു മുൻപ് തന്നെ പല സൂപ്പർ താരങ്ങളെയും ഒപ്പം കൂട്ടാനുള്ള നീക്കത്തിലാണ് ടീമുകളെല്ലാം. പല ടീമുകളും നായകനെയും പരിശീലകനെയും അടക്കം മാറ്റാൻ പദ്ധതിയിടുകയാണ്. പല വമ്പൻ കൂടുമാറ്റങ്ങളുടെയും റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഇപ്പോഴത്തെ ഡൽഹി ക്യാപിറ്റൽസിന്റെ വമ്പൻ നീക്കത്തെക്കുറിച്ചുള്ള സൂചനകൾ ആരാധകരെ ഞെട്ടിച്ചിരിക്കുകയാണ്. റിക്കി പോണ്ടിംഗ് പരിശീലക സ്ഥാനം ഒഴിഞ്ഞതോടെ ഡൽഹിക്ക് പുതിയ പരിശീലകനെ ആവശ്യമാണ്. ലഭിക്കുന്ന വിവരമനുസരിച്ച് മുൻ ഇന്ത്യൻ സൂപ്പർ താരവും ലോകകപ്പ് ഹീറോയുമായ യുവരാജ് സിംഗ് ഡൽഹിയുടെ പരിശീലകനാകും എന്നാണ് പറയപ്പെടുന്നത്. ഇതിനോടകം യുവരാജ് സിംഗ് അക്കാദമിക്ക് കീഴിൽ കുട്ടികളെ വാർത്തെടുക്കുന്നുണ്ട്. ഹൈദരാബാദിനായി IPL തിളങ്ങുന്ന അഭിഷേക് ശർമ്മ യുവരാജ് സിംഗിന്റെ ശിഷ്യനാണ്. പരിശീലക സ്ഥാനത്തേക്ക് എത്താൻ സമീപകാലത്തായി യുവരാജ് ശ്രമം നടത്തിയിരുന്നു. ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട് പ്രകാരം ഡൽഹിയുടെ പരിശീലക സ്ഥാനത്തേക്ക് യുവരാജ് എത്തുമെന്ന് ഏതാണ്ട് ഉറപ്പായിരിക്കുകയാണ്. ടീമുമായി യുവരാജ് ധാരണയിലെത്തിയെന്നും ഉടൻ തന്നെ ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകുമെന്നുമാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. യുവരാജ് സിംഗ് ഇന്ത്യക്കായി ICC ലോകകപ്പുകളിൽ നിർണായക പ്രകടനം നടത്തിയിട്ടുള്ള താരം കൂടിയാണ്. വലിയ ആരാധക പിന്തുണയും യുവരാജിനൊപ്പമുണ്ട്. അതുകൊണ്ട് തന്നെ യുവരാജിന്റെ വരവ് ഡൽഹിക്ക് വലിയ കരുത്താകുമെന്ന ഉറപ്പാണ്. മറ്റു ചില പ്രധാന മാറ്റങ്ങളും ഡൽഹിയിൽ ഉണ്ടാകും എന്നാണ് അറിയാൻ കഴിയുന്നത്. ഡൽഹിയുടെ നിലവിലെ നായകൻ ഋഷഭ് പന്താണ്. ഇടം കൈയ്യൻ വിക്കറ്റ് കീപ്പർ ബാറ്ററായ ഋഷഭിനെ CSK ഒപ്പം കൂട്ടാൻ പദ്ധതിയിടുന്നുണ്ട്. MS ധോണിക്ക് പകരക്കാരനായി ഋഷഭിനെ കൊണ്ടുവരാൻ CSK കിണങ്ങി പരിശ്രമം നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പകരം നായകനെ ഡൽഹിക്ക് ആവശ്യമാണ്. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഒഴിവാക്കാനൊരുങ്ങുന്ന ശ്രേയസ് അയ്യരും രാജസ്ഥാൻ റോയൽസ് വിടാനൊരുങ്ങുന്ന സഞ്ജു സാംസണുമാണ് ഡൽഹിയുടെ പരിഗണനയിൽ ഉള്ളത്. ലഭിക്കുന്ന സൂചന പ്രകാരം സഞ്ജുവിനെ നായകസ്ഥാനത്തേക്ക് എത്തിക്കാൻ തന്നെയാണ് ഡൽഹി ആഗ്രഹിക്കുന്നത്. ഇതിനായുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് എന്നാണ് വിവരം. നേരത്തെ തന്നെ സഞ്ജു ഡൽഹിക്കായി കളിച്ചിട്ടുള്ളത് കൂടിയാണ്. ശ്രേയസ് അയ്യർ നേരത്തെ ഡൽഹിയെ നയിച്ചിട്ടുള്ള താരമാണ്. എന്നാൽ T20യിൽ ശ്രേയസിനെ മികച്ച താരമെന്ന് വിളിക്കാനാകില്ല. അതുകൊണ്ട് തന്നെ ശ്രേയസിനെ കൊണ്ടുവരാൻ ഡൽഹി വലിയ താല്പര്യം കാട്ടിയേക്കില്ല. ഡൽഹിയുടെ ബൗളിംഗ് പരിശീലകനായി സഹീർ ഖാൻ എത്തുമെന്നും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. മുംബൈ ഇന്ത്യൻസ് വിടാൻ സഹീർ ഖാൻ ഒരുങ്ങുകയാണെന്ന റിപ്പോർട്ട് നേരത്തെ തന്നെ പ്രചരിച്ചതാണ്. ലക്നൗ സൂപ്പർ ജയൻസിന്റെ ഉപദേഷ്ടാവായി സഹീർ ഖാൻ പോകും എന്നായിരുന്നു റിപ്പോർട്ട്. എന്നാൽ ഡൽഹിയുടെ ഓഫർ ലഭിച്ചാൽ സഹീർ ഡൽഹിയിലേക്ക് എത്തുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. നേരത്തെ ഡൽഹിക്കായി കളിക്കുകയും ടീമിനെ നയിക്കുകയും ചെയ്തിട്ടുള്ള താരം കൂടിയാണ് സഹീർ ഖാൻ. അതുകൊണ്ട് തന്നെ ഡൽഹിയുടെ പരിശീലക സംഘത്തിന്റെ ഭാഗമാകാൻ സഹീർ ഖാന് വലിയ താല്പര്യം ഉണ്ടാകുമെന്ന് പറഞ്ഞാലും തെറ്റില്ല. എന്തായാലും വലിയ പൊളിച്ചെഴുത്തിലേക്കാണ് ഡൽഹി നീങ്ങുന്നത്. യുവരാജ് പരിശീലകനും സഞ്ജു ക്യാപ്റ്റനും സഹീർ ഖാൻ ബൗളിംഗ് പരിശീലകനുമായ ഒരു ടീം വരുമ്പോൾ വലിയ പിന്തുണ ലഭിക്കുമെന്ന് ഉറപ്പാണ്. ഡൽഹി പ്രഥമ സീസൺ മുതൽ കളിച്ചിട്ടും ഇതുവരെ കിരീടത്തിലേക്ക് എത്താൻ സാധിച്ചിട്ടില്ല. ഇത്തവണ കന്നി കിരീടമാണ് ഡൽഹി സ്വപ്നം കാണുന്നത്. യുവരാജ് സിംഗിന്റെ പരിശീലകൻ എന്ന നിലയിൽ വലിയ അനുഭവ സമ്പത്തില്ല. എന്നാൽ താരമായിരുന്നപ്പോൾ അദ്ദേഹം കാട്ടിയ മികവ് പരിശീലകനാകുമ്പോഴും കാട്ടാനാകുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ.